സർക്കാരിനും വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാർ ഇറക്കിയ ആദ്യ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിനെതിരെയാണ് വിമർശനം. വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജുവിനെതിരെ കോടതിയലക്ഷ്യ നടപടിയും നേരിട്ട് ഹാജരാകാനും നിർദ്ദേശം. പ്രതി തയ്യാറാക്കിയ ഉത്തരവ് വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ടിറക്കിയതാണോ എന്നും ഹൈക്കോടതിയുടെ ചോദ്യം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് വ്യവസായ വകുപ്പ് ഇറക്കിയ ആദ്യ ഉത്തരവിൽ ഹൈക്കോടതി സർക്കാരിന്റെ അധികാരത്തിൽ കടന്നു കയറിയെന്നതടക്കം ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലാണ് ഹൈക്കോടതി സർക്കാരിനെയും വിവാദ ഉത്തരവിറക്കിയ വകുപ്പ് സെക്രട്ടറി കെ ബിജുവിനെയും രൂക്ഷമായി വിമർശിച്ചത്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമാണെന്നും വിവാദ ഉത്തരവ് അപകടകരവും അനാവശ്യമാണെന്നും കോടതി കുറ്റപ്പെടുത്തി. കെ ബിജുവിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ച ഹൈക്കോടതി മറ്റന്നാൾ നേരിട്ട് ഹാജരാകാനും ഇടക്കാല ഉത്തരവിറക്കി. ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആദ്യമിറക്കിയ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തു. വ്യവസായ വകുപ്പ് പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയതിന് പിന്നാലെ പ്രതിയായ ആർ ചന്ദ്രശേഖരൻ വാർത്താസമ്മേളനം നടത്തി ജുഡീഷ്യറിയെ ആക്രമിച്ചുവെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി. വകുപ്പ് സെക്രട്ടറി തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. നീതിന്യായ വ്യവസ്ഥയെ കരിവാരിത്തേക്കണമെന്ന ഉദ്ദേശം ആദ്യ ഉത്തരവിലൂടെ ലക്ഷ്യം കണ്ടു. എല്ലാത്തിനും അവസാനം പശ്ചാത്താപവും ഖേദപ്രകടനവും എന്തിനാണെന്നും ഹൈക്കോടതി ചോദ്യമുയർത്തി. വിവാദ ഉത്തരവിറക്കിയ ശേഷം അത് മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷം പിൻവലിച്ചു. ഇക്കാര്യത്തിൽ വകുപ്പ് സെക്രട്ടറി കെ ബിജുവിന്റെ മാപ്പപേക്ഷ അംഗീകരിക്കില്ല. മുൻ സർക്കാരിനേക്കാൾ മോശം നിലപാടാണ് ഇപ്പോഴത്തെ സർക്കാർ സ്വീകരിച്ചതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. പ്രതി എഴുതി തയ്യാറാക്കിയത് സെക്രട്ടറി ഒപ്പിട്ട് ഇറക്കിയതാണോ എന്നും കോടതി ചോദ്യമുയർത്തി. പ്രതി ഉദ്യോഗസ്ഥരിലൂടെ വ്യവസായ വകുപ്പ് ഭരിക്കുന്നുവെന്ന പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായി. ജനം, കൊച്ചി.